ഗുഡ് ഈവനിങ്. വോയിസ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നല്ലേ? ഇഷ്യൂ ഉണ്ടോ? വോയിസിന് ഇഷ്യൂ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നോട്ട് നമ്മൾ കോർപ്പറേറ്റ് ടാക്സിന്റെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ വാറ്റിന് ഇനി നമുക്ക് വാറ്റ് സക്കാത്തിൽ ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് സക്കാത്തിന്റെ പ്രാക്ടിക്കൽസ് ആണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി കോർപ്പറേറ്റ് ടാക്സിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പറയാനുള്ളത് കോർപ്പറേറ്റ് ടാക്സിന്റെ റേറ്റ് എന്താണെന്നുള്ളതാണ്. നമ്മൾ ഒരു വട്ടം ഡിസ്കസ് ചെയ്താണിത്. 3 ടാക്സുകളും ഏതൊക്കെയാണെന്നുള്ളത് കമ്പയർ ചെയ്ത് നമ്മൾ പറഞ്ഞതാണ്. സക്കാത്ത് 2.5%, കോർപ്പറേറ്റ് ടാക്സ് 20%, വാറ്റ് 15% എന്നുള്ളത് നമ്മൾ ഓരോ ടാക്സും വെച്ച് 3 ടാക്സുകൾ തമ്മിൽ കമ്പാരിസൺ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ കോർപ്പറേറ്റ് ടാക്സ് സൗദി അറേബ്യയിൽ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ആണ്. 20% ആണ് എന്ത് കോർപ്പറേറ്റ് ടാക്സിന്റെ റേറ്റ് വരിക. ടാക്സ് റേറ്റ് 20%. ആദ്യത്തെ ബേസിക് കാര്യമാണത്. നമുക്ക് ജസ്റ്റ് ആ റേറ്റ് മാത്രം ഒന്ന് ജസ്റ്റ് മനസ്സിലോർത്ത് വെക്കാം. ഓക്കെ, സോ നമുക്ക് പ്രധാനമായിട്ടും സൗദിയിലെ ടാക്സ് പഠിക്കുമ്പോൾ 3 റേറ്റുകളാണ് മൈൻഡിൽ ഉണ്ടാവേണ്ടത്. ഒന്ന് വാറ്റിന്റെ റേറ്റ് നിങ്ങൾക്കറിയാം 15%. പിന്നെ ഉള്ളത് സക്കാത്തിന്റെ റേറ്റ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2.5%. പിന്നെ ഒന്ന് ഇതാണ് കോർപ്പറേറ്റ് ടാക്സ് ആണ്. കോർപ്പറേറ്റ് ടാക്സിന്റെ റേറ്റ് 20%. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് ആർക്കാണ് അപ്ലിക്കബിൾ ആവുക? അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കോർപ്പറേറ്റ് ടാക്സ് ഫോറിൻ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫോറിൻ ഓണർഷിപ്പ് ഉള്ള പോർഷനാണ് എന്ത് ചെയ്യുക, കോർപ്പറേറ്റ് ടാക്സ് അപ്ലിക്കബിൾ ആവുക. അപ്പോൾ ഒരു കമ്പനിയിൽ ഫോറിൻ കമ്പനീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോറിൻ ഓണർഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോറിൻ ഓണർഷിപ്പിന്റെ പോർഷൻ മേലാണ് എന്ത് വരിക, സൗദിയിൽ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടത്. സൗദി നാഷണൽസിനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗദി ബേസ്ഡ് ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സക്കാത്താണ് കൊടുക്കേണ്ടി വരിക. പകരം ഫോറിൻ ബേസ്ഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ആണ് കൊടുക്കേണ്ടി വരിക. നമ്മൾ പറഞ്ഞതാണ് മിക്സ്ഡ് ഓണർഷിപ്പ് ഉള്ള കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സൗദി പോർഷന് സക്കാത്തും കൊടുക്കും, ഫോർ സൗദി അല്ലാത്ത നോൺ സൗദി പോർഷന് കോർപ്പറേറ്റ് ടാക്സും കൊടുക്കും. അപ്പോൾ ആ 2 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഞാൻ അതൊന്നും കൂടി പറഞ്ഞെന്നുള്ളൂ. ഒന്ന്, കോർപ്പറേറ്റ് ടാക്സ് വരിക ഫോറിൻ നാഷണൽസിന് അല്ലെങ്കിൽ ഫോറിൻ കമ്പനികൾക്കാണ് കോർപ്പറേറ്റ് ടാക്സ് വരിക. ആൻഡ് കോർപ്പറേറ്റ് ടാക്സിന്റെ റേറ്റ് 20% കോർപ്പറേറ്റ് ടാക്സ്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ കൈൻഡ് ഓഫ് ടാക്സേഷൻ. അപ്പോൾ ഈ കോർപ്പറേറ്റ് ടാക്സ് എന്നുള്ള ശരിക്കും പേര് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്നാണ്. ഓക്കെ, സൗദിയിലെ ഇതിന്റെ പേര് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്നാണ്. അപ്പൊ ഇത് ഇൻകം ടാക്സ് ആണ്. അത് നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന പോലെ തന്നെ സൗദിയിലെ ഇൻകം ടാക്സിന്റെ വേർഷൻ ആണെന്ത് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സക്കാത്ത് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് ഫോം ഓഫ് ടാക്സേഷൻ ആണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് അത് സ്ട്രക്ചർ ചെയ്തതും ആ രീതിയിലാണ് അത് ഉണ്ടായതും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞാണ്. അതുപോലെ വാറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സേഷന്റെ ഫോമാണ്. വാറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സേഷൻ ആണ്. നമ്മൾ പറഞ്ഞാണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം എന്താന്നൊക്കെ. ഇപ്പൊ വാറ്റ് ഒരു ഇൻഡയറക്റ്റ് ടാക്സേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ GST ഉള്ള പോലെ വാറ്റ് ആണ് സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ GCC കൺട്രീസിൽ പൊതുവെ നമ്മൾ അതുകൊണ്ടാണ് GCC വാറ്റ് എന്ന് ഒരുമിച്ച് പറയും. ബേസിക്കലി സൗദിയിലാണെന്നുണ്ടെങ്കിൽ സൗദി വാറ്റ്, UAE ആണെങ്കിൽ UAE വാറ്റ്. അപ്പൊ അതൊരു ഇൻഡയറക്റ്റ് ടാക്സേഷൻ ആണ്. സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം പഠിച്ചു. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് ഫോം ഓഫ് ടാക്സേഷൻ ആണ്. ആ രീതിയിലാണ് ഉണ്ടായത്. ഇത് രണ്ടും അല്ലാത്തൊരു പരിപാടിയാണ് എന്ത് കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് ടാക്സേഷൻ ആണ്. ഓക്കെ, അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ടാക്സേഷൻ ആണ്. അപ്പൊ നമുക്ക് പൊതുവെ അറിയാം, നമുക്ക് 2 ടൈപ്പ് ഓഫ് ടാക്സേഷൻ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്തോ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുന്ന ടാക്സ് അല്ലേ, നമ്മൾ ഒരു സാധനം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ കൊടുക്കുന്ന ടാക്സ്, അതായത് നമ്മൾ വാറ്റ്. പക്ഷേ കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സിന്റെ ഫോമാണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ് ഈ കാര്യം. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു വർഷം കഴിയുമ്പോൾ നമ്മൾ ആ വർഷത്തെ നമ്മുടെ കയ്യിൽ എത്ര വരുമാനം ഉണ്ട് എന്നുള്ളത് ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് ആ വരുമാനത്തിന്റെ പേരിൽ ഗവൺമെന്റ് പറയുന്ന ടാക്സ് കെട്ടിവെക്കുന്നതാണ് എന്ത്
ഡയറക്റ്റ് ടാക്സ്, അതായത് ഡയറക്റ്റ്ലി നമ്മുടെ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഗവൺമെന്റ് പിടിക്കണം. അപ്പൊ സൗദി കോർപ്പറേറ്റ് ടാക്സും സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതായത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എത്ര വരുമാനം കാണിക്കുന്നു ആ വരുമാനത്തിന്റെ പേരിലാണ് നമുക്ക് എന്ത് വരിക, കോർപ്പറേറ്റ് ഇൻകം ടാക്സ് വരിക. അപ്പൊ അത് എന്തുമേലാ വരിക എന്നുള്ളതൊക്കെ നമുക്ക് ഇനി ഇങ്ങനെ വരുന്ന ദിവസം ഇങ്ങനെ ഓരോ ഇതിലായിട്ട് പഠിച്ചു പോകാം. അത് സെയിൽസ് മേലാണോ പ്രോഫിറ്റ് മേലാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി ഇങ്ങനെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് ഞാൻ പറഞ്ഞു. ആദ്യം അറിയേണ്ടത് കോർപ്പറേറ്റ് ടാക്സിന്റെ റേറ്റ് ആണ്. ഒരിക്കലും മറക്കരുത്, കോർപ്പറേറ്റ് ടാക്സിന്റെ റേറ്റ് 20% ആണ്. ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് സൗദി പോർഷൻ ആണെന്ന് വരിക, കോർപ്പറേറ്റ് ടാക്സ് വരിക. ഇനി കോർപ്പറേറ്റ് ടാക്സ് എന്തിമേലാണ് വരിക, ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ അല്ലെ. എന്തിമേല വരിക, നെറ്റ് പ്രോഫിറ്റ് മേലാണ് വരിക. ഒരു കമ്പനിന്റെ നെറ്റ് പ്രോഫിറ്റിന്റെ 20% കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടി വരിക. അപ്പൊ എന്താ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നമ്മൾ കമ്പനിന്റെ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കും അല്ലെ. ഒരു വർഷം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നമുക്ക് സെയിൽസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ മുഴുവൻ കഴിഞ്ഞിട്ട് അതിന്ന് എക്സ്പെൻസും കഴിഞ്ഞിട്ട് ബാലൻസ് നിൽക്കുന്നതാണ് എന്ത്, നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് അവസാനം നിൽക്കുന്ന പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് അല്ല, നെറ്റ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എന്ത് കുറക്കാണ്ട്, വീണ്ടും എക്സ്പെൻസുകൾ കുറക്കാണ്ട്, എന്നാലേ എന്ത് കിട്ടുള്ളൂ, നെറ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഏറ്റവും അവസാനം കിട്ടുന്ന പ്രോഫിറ്റ് ആണ് എന്ത്, നെറ്റ് പ്രോഫിറ്റ്. ഒരാൾക്ക്, അതായത് ഇപ്പോൾ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പോകുന്ന പറ്റുന്ന പ്രോഫിറ്റ്, അതാണ് നെറ്റ് പ്രോഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊണ്ടുപോകാൻ പറ്റുന്ന പ്രോഫിറ്റ്, അതാണെന്ത്, നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റിന്റെ 20% എന്ത്, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളൊരു കമ്പനി ഉണ്ട്, ഒരു ഉദാഹരണത്തിന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ സെയിൽസ് ഒരു 100 ഉണ്ട്. ഓക്കെ, സെയിൽസ് 100 ഉണ്ട്, പർച്ചേസ് ഒരു 50 ഉണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോ 100, പിന്നെ ഒരു 50, ഒരു 30ന്റെ എക്സ്പെൻസും ഉണ്ട്. ജസ്റ്റ് ഒരു ഉദാഹരണം. ഓക്കെ, അങ്ങനെയാണെന്ന് നമുക്കറിയാം. 100 സെയിൽസ് ഉണ്ട്, പർച്ചേസ് 50 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 50 ഉണ്ടാവും. 50 എക്സ്പെൻസ് 30 പോയി കഴിഞ്ഞാൽ ബാക്കി നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടാവുക 20 ആയിരിക്കും അല്ലെ. നമുക്ക് പ്രോഫിറ്റ്, ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് 20 ആണ്. ഈ 20ന്റെ 20%, 20 × 20% എത്ര വരുന്നോ അതാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരിക, കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരിക. അപ്പൊ കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യല് കമ്പനിന്റെ നെറ്റ് പ്രോഫിറ്റ് മേലാണ്. അതും ഓർമ്മയിൽ എപ്പോഴും വേണം. വേറെ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്, കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യരുത്. കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക കമ്പനിന്റെ നെറ്റ് പ്രോഫിറ്റുമേ. അപ്പൊ ഈ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് 20 നെറ്റ് പ്രോഫിറ്റ് വന്നത്. ആ നെറ്റ് പ്രോഫിറ്റിന്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ് ഏകദേശം 4 ഉണ്ടാവും അല്ലെ. അപ്പൊ 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് ടാക്സും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കോർപ്പറേറ്റ് ടാക്സ് 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ആ കമ്പനിന്റെ പ്രോഫിറ്റ് എത്ര ഉണ്ടാവുക, 16 ഉണ്ടാവുക അല്ലെ. 20ന്ന് ടാക്സ് 4 പോയി കഴിഞ്ഞാൽ ബാലൻസ് 16 ഉണ്ടാവും. ഈ 16 ആർക്കും ഉണ്ടാവും, ആ കമ്പനിന്റെ ഓണേഴ്സിന് കൊണ്ടുപോകാം, അവരുടെ പ്രോഫിറ്റ് ആയിട്ട് കൊണ്ടുപോകാം. അതായത് ടാക്സ് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള പ്രോഫിറ്റ്. അപ്പോൾ ആ ഒരു ടാക്സ് കൊടുക്കാൻ വേണ്ട പ്രോഫിറ്റ് ഏതാണോ ആ പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാ. ആ നെറ്റ് പ്രോഫിറ്റുമായി ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 20% കൊടുക്കുക. ഓക്കെ, അപ്പൊ ആ 2-3 കാര്യങ്ങൾ, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും കോർപ്പറേറ്റ് ടാക്സ് നമുക്ക് ഇനി മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട നോളജുകളൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. 1, കോർപ്പറേറ്റ് ടാക്സിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞു. 2, കോർപ്പറേറ്റ് ടാക്സ് ആർക്ക് അപ്ലിക്കബിൾ ആവുമെന്ന് പറഞ്ഞു. 3, കോർപ്പറേറ്റ് ടാക്സ് എന്തിമേലാണ് ചാർജ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു കമ്പനിന്റെ നെറ്റ് പ്രോഫിറ്റ് മേലാണ് നമുക്ക് എന്ത് വരിക, കോർപ്പറേറ്റ് ടാക്സ് വരിക. ഇനി 20% ആണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഞാൻ ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞത് 20% ആണ് കോർപ്പറേറ്റ് ടാക്സ് വരിക. പക്ഷെ 20% മാത്രമല്ല സൗദി അറേബ്യയിലെ കോർപ്പറേറ്റ് ടാക്സിന്റെ റേറ്റ് ഉള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിൽ പ്രധാനമായും വ്യത്യാസം വരുന്നത്, നമ്മുടെ കമ്പനി ഓയിലിന്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിന്റെ പ്രൊഡക്ഷനോ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എണ്ണയുടെ പ്രൊഡക്ഷൻ അല്ലെ. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മിഥെയിൻ, ഇഥെയിൻ എന്നൊക്കെ പറഞ്ഞ ഗ്യാസുകളൊക്കെ അറിയാലോ. മിഥെയിൻ നമ്മൾ പണ്ട് കെമിസ്ട്രി പഠിച്ചില്ലേ, മിഥെയിൻ, ഇഥെയിൻ ഗ്യാസ് ഒക്കെ. ഇതിനെ എല്ലാത്തിനും നമ്മൾ പൊതുവെ ഒരുമിച്ച് കോമൺലി വിളിക്കുന്ന പേരാണെന്ത്, ഹൈഡ്രോ കാർബൺസ്. അതായത് കാർബണിന്റെയും ഹൈഡ്രജന്റെയും കൂടി
കൂടിച്ചേർന്നുണ്ടാകുന്ന ആറ്റംസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്യാസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഒരു കമ്പനി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ ഹൈഡ്രോ കാർബൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരുടെ കോർപ്പറേറ്റ് ടാക്സ് 20% അല്ല. ഓക്കെ, ബാക്കി എല്ലാ കമ്പനികൾക്കും 20%ആണ് കോർപ്പറേറ്റ് ടാക്സ്. പക്ഷെ ഈ ഒരു ടിപ്പിക്കൽ ഈ രണ്ട് കമ്പനികൾക്ക് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിന്റെ പ്രൊഡക്ഷനോ നടക്കുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് 50% തൊട്ട് 85% വരെ റേറ്റ് ഉള്ളതുണ്ട്. 50 തൊട്ട് 85% വരെ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് വരുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ഈ 50ഉം 85 വരിക? അത് നമ്മുടെ ക്യാപിറ്റലിന്റെ ബേസ് ചെയ്തിരിക്കും. നമ്മുടെ ക്യാപിറ്റലാണ് എന്ത് ചെയ്യുന്നത്? ഈ റേറ്റിനെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനി ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയും നമ്മുടെ കമ്പനീന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 375 ബില്യൺ സൗദി റിയാലിന്റെ മേലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, മോർ ദാൻ 375 ബില്യൺ സൗദി റിയാലിന്റെ മേലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് വരുന്നത് 50% ആണ്. 50% നമ്മൾ എന്ത് ചെയ്യണം? കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. ഓക്കെ, ഇനി നിങ്ങളുടെ കമ്പനി 375 അല്ല 300 ബില്യന്റെയും 375ന്റെയും ഇടയിലാണ്. ഓക്കെ, 375ന്റെ മേലുള്ള എല്ലാവരും എന്ത് ചെയ്യണം? 50% കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. എന്നാൽ ചില കമ്പനി 300 to 375ന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അവർ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടത് 65%. ഓക്കെ, ഇനി നിങ്ങളുടെ കമ്പനി 225 ബില്യൺ തൊട്ട്, ബില്യൺ ആണ്, ബില്യൺ തൊട്ട് 300 ബില്യൺ വരെയാണ് നിങ്ങളുടെ കമ്പനീന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്രോഫിറ്റ് അല്ല ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 75% കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. ആൻഡ് ലാസ്റ്റ് കാറ്റഗറി, നിങ്ങളെ കമ്പനിക്ക് 225 ബില്യണും താഴെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 85% കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? എല്ലാ കമ്പനികൾക്കും, സൗദി അറേബ്യയിലെ ഒരു 90% കമ്പനികൾക്കും ഞാൻ പറഞ്ഞു കോർപ്പറേറ്റ് ടാക്സിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20%ആണ്. അത് അവരെന്തിമ ചാർജ് ചെയ്യും? കമ്പനിക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റുമേ 20% ചാർജ് ചെയ്യും. അതാണ് ഒരുവിധം 90% കമ്പനിയും. എന്നാൽ കമ്പനി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിന്റെ പ്രൊഡക്ഷനോ നടക്കുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരുടെ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് 20% അല്ല, അവർക്ക് 50 തൊട്ട് 85 വരെയുള്ള റേറ്റ് ഉണ്ട്. അതെങ്ങനെയാ തീരുമാനിക്കുക? അത് ആ കമ്പനിന്റെ ക്യാപിറ്റൽ നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ഒരു കമ്പനിക്ക് 375 ബില്യന്റെ മേലെയാണ് ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ അവരുടെ കോർപ്പറേറ്റ് ടാക്സ് 50%, 300ന്റെയും 375ന്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ അവരുടെ കോർപ്പറേറ്റ് ടാക്സ് 65%. ഇനി നിങ്ങളുടെ കമ്പനി 225ന്റെയും 300ന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ക്യാപിറ്റലാണ്, അവരുടെ കോർപ്പറേറ്റ് ടാക്സ് വരിക 75%. ഇനി 225നും താഴെയാണെന്നുണ്ടെങ്കിലോ 85% കോർപ്പറേറ്റ് ടാക്സ് വരുന്നത്. അതായത് ആ നെറ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിന്റെ 85% നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് കൊടുക്കണം. ബാക്കി 15% ആർക്ക് കിട്ടുള്ളൂ? ഇതിന്റെ ഇൻവെസ്റ്റർമാർക്ക് അല്ലെങ്കിൽ ഷെയർ ഹോൾഡർമാർക്ക് അല്ലെങ്കിൽ പാർട്ട്ണർമാർക്ക് കിട്ടുള്ളൂ. എപ്പോഴാണ്? അതായത് ഈ ഫോറിൻ കമ്പനികൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യരുത്, അതാണ്. അത് തന്നെയാണ് ഉദ്ദേശം. അതും ഇൻവെസ്റ്റ്മെന്റ് കുറവാണെന്നുണ്ടെങ്കിൽ 225 ബില്യൺ താഴേക്ക് ചെറിയ ഫോറിൻ കമ്പനികൾക്കൊക്കെ ചെറിയ ക്യാപിറ്റലിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഓയിൽ പ്രൊഡക്ഷനിലൊന്നും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരുടെ കോർപ്പറേറ്റ് ടാക്സ് അത്രയും കൂട്ടി വെച്ചത്. അതിന്റെ ഉദ്ദേശത്തിൽ തന്നെയാണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കുറവുള്ള ഫോറിൻ കമ്പനികളായിട്ടുള്ള, അതും ഓയിൽ പ്രൊഡക്ഷനിലുള്ള കമ്പനികളുടെ ഒക്കെ കോർപ്പറേറ്റ് ടാക്സ് ഹൈ റേറ്റ് ആണ്. 85% ആണ് കോർപ്പറേറ്റ് ടാക്സ്. അപ്പൊ ഈ ഒരു കാറ്റഗറി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാറ്റഗറീസും, സൗദി അറേബ്യയിലെ ബാക്കി എല്ലാ കമ്പനികളുടെയും കോർപ്പറേറ്റ് ടാക്സ് നമ്മുടെ 20% തന്നെയാണ്. ഡയറക്റ്റ് 20%. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് കുറച്ച് ടാക്സ് അടക്കുന്ന ആൾക്കാരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആർക്കൊക്കെ ടാക്സ് അടക്കണം, ആരാണ് ഈ കോർപ്പറേറ്റ് ടാക്സ് അടക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതും നോൺ സൗദി ആയിട്ടുള്ള കമ്പനിയാണെന്ന് പറഞ്ഞു. ഓക്കെ, അത് ഒരു ജനറൽ വാക്കാണ്. എന്ത്? നോൺ സൗദി ഉള്ള കമ്പനികൾക്ക് കൊടുക്കണം. അത് ഒരു കാറ്റഗറി ആക്കി പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിനെ ഒന്നുകൂടി ഒന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ. പോലെ ടാക്സ് പേയേഴ്സ്, അതായത് കോർപ്പറേറ്റ് ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാവുന്ന ആൾക്കാർ. ആദ്യത്തെ കാറ്റഗറി, a resident capital company with respect to the shareholders of non-Saudi partners. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമ്മൾ സൗദി അറേബ്യയിൽ
റെസിഡന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, സൗദി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു കമ്പനിയാണ്. പക്ഷെ നമുക്ക് എന്തുണ്ട്, നോൺ സൗദി പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മുടെ കമ്പനിയിൽ നോൺ സൗദി പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ആ നോൺ സൗദി പാർട്ട്നേഴ്സിന്റെ ഷെയറിന്റെ ഭാഗത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. അപ്പൊ നമ്മളാണ് ആദ്യത്തെ കാറ്റഗറി ഓഫ് ടാക്സ് പേയേഴ്സ്, കോർപ്പറേറ്റ് ടാക്സ് അടക്കാൻ ബാധ്യസ്ഥരായ ആദ്യത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി, എ നാച്ചുറൽ പേഴ്സൺ ഹൂ ഈസ് റെസിഡന്റ് നോൺ സൗദി കണ്ടക്ടിങ് ബിസിനസ് ഇൻ ദ കിങ്ഡം. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ, അതായത് ഒരു LLPയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡോ കമ്പനി ഒന്നും ഫോം ചെയ്യാത്ത സാധാരണ, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഒറ്റയ്ക്ക് ഒരാളുടെ ഒറ്റ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ബിസിനസ്, അങ്ങനെയുള്ള ഒരാളാണ് അയാൾ. ഹൂ ഈസ് എ റെസിഡന്റ് നോൺ സൗദി കണ്ടക്ടിങ്, അയാൾ ഒരു നോൺ സൗദി ആണ്. നോൺ സൗദി ആയിട്ടുള്ള ഒരാൾ സൗദി അറേബ്യയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നാച്ചുറൽ പേഴ്സൺ എന്ന് ഉദ്ദേശിച്ചത് അയാൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു കമ്പനി ഫോം ചെയ്യുകയോ LLP ഒന്നും ഫോം ചെയ്തില്ല, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളും കോർപ്പറേറ്റ് ടാക്സ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ. മൂന്നാമത്തെ കാറ്റഗറി, എ നോൺ റെസിഡന്റ്, ഓക്കെ, ഹു കണ്ടക്ട്സ് ബിസിനസ് ഇൻ ദ കിങ്ഡം ത്രൂ എ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. അതിന് നമുക്ക് എന്താ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നറിയണം. ഓക്കെ, മൂന്നാമത്തെ കാറ്റഗറി അവിടെ നിൽക്കട്ടെ. നമുക്ക് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്താന്ന് ഇപ്പോൾ അടുത്ത സ്ലൈഡിൽ പറയും. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി തിരിച്ച് ഇതിലേക്ക് വരാം. ഓക്കെ, നാലാമത്തെ കാറ്റഗറി പറയാം, എ നോൺ റെസിഡന്റ് വിത്ത് അതർ ടാക്സബിൾ ഇൻകം ഫ്രം ദ സോഴ്സ് വിത്തിൻ ദ കാറ്റഗറി. അതും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത അതർ ടാക്സബിൾ ഇൻകം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നാലാമത്തെ കാറ്റഗറിയും പറയാം. അഞ്ചാമത്തെ കാറ്റഗറി, എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് നാച്ചുറൽ ഗ്യാസ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അതും നമുക്ക് അറിയണ്ടേ നാച്ചുറൽ ഗ്യാസ് ഇൻവെസ്റ്റ്മെന്റ് എന്താന്നുള്ളത്. ഇതൊക്കെ ചെറിയ ചെറിയ സ്പെഷ്യൽ കാറ്റഗറീസ് ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് കാറ്റഗറി, എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഓയിൽ ആൻഡ് ഹൈഡ്രോ കാർബൺസ്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഹൈഡ്രോ കാർബൺസും ഓയിലും പ്രൊഡക്ഷനിലുള്ള ബിസിനസ്സിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. അപ്പൊ ഇതിൽ ഈ മൂന്ന് ആൾക്കാരെ നമുക്ക് ഒന്നും കൂടി ഡീപ്പായിട്ട് അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അതിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്താണെന്ന് അറിയണം, അതുപോലെ അതർ ടാക്സബിൾ ഇൻകം സോഴ്സ് എന്താന്നുള്ളതെന്ന് പറയണം, നാച്ചുറൽ ഗ്യാസ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശം ആ പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ബാക്കിയൊക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞ തന്നെയാണ്. എന്ത്, നോൺ സൗദി പാർട്ട്നേഴ്സിന്റെ പോർഷന് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ സൗദിയിൽ റെസിഡന്റ് അല്ലാത്ത ഒരാൾ സ്വന്തമായിട്ട് സൗദി അറേബ്യയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ കൊടുക്കേണ്ട എന്താണ്, കോർപ്പറേറ്റ് ടാക്സ് ആണ്. അല്ലെങ്കിൽ ഓയിലിന്റെ പ്രൊഡക്ഷനിലുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കേണ്ട എന്താണ്, കോർപ്പറേറ്റ് ടാക്സ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്, ഈ പറഞ്ഞ 6 കാറ്റഗറിയാണ് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായ ടാക്സ് പേയേഴ്സ്. സൗദി അറേബ്യയിൽ ഈ 6 കാറ്റഗറിയിൽ പെടുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ കൊടുക്കേണ്ട എന്താണ്, കോർപ്പറേറ്റ് ടാക്സ് ആണ്. അവരെന്ത് ചെയ്യേണ്ട, സക്കാത്ത് കൊടുക്കേണ്ട, അവർ കൊടുക്കേണ്ടത് കോർപ്പറേറ്റ് ടാക്സ് ആണ്. അപ്പൊ അവരെയാണ് നമ്മൾ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഈ C പോയിന്റ് പറഞ്ഞപ്പോൾ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഡൗട്ട് ചോദിക്കേ. ഈ സൗദി ഓണർഷിപ്പ് ഉള്ള ഓയിൽ ഫീൽഡ് ആണെങ്കിലും അവര് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം, സൗദി ഓണറാണെങ്കിലും അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനല്ല, അങ്ങനല്ല, ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അത് സക്കാത്തിന്റെ വരും അല്ലേ? അതിൽ അതെ. പിന്നെ അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഇതോടെ നിർത്തിയിട്ട് വേറൊരു ടോപ്പിക് പറഞ്ഞിട്ട് നമുക്ക് ഇതിനായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ സാധനം പഠിക്കുകയാണ്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഇൻകം ടാക്സ് ലോ ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നാട്ടിൽ ഇൻകം ടാക്സ് ലോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതേ ഫോർമാറ്റ് തന്നെയാണ് ഈ സൗദി കോർപ്പറേറ്റ് ടാക്സ് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ UAE കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ പഠിക്കുമ്പോഴും പഠിക്കാറുള്ളത്. കാരണം അവിടെയും നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, ടാക്സ് തീരുമാനിക്കുക. അപ്പൊ ആരാണ് സൗദി അറേബ്യയിലെ റെസിഡന്റ് ആരാന്ന് തീരുമാനിക്കുന്നതിന് ലോയിൽ എന്തുണ്ട്, നിയമമുണ്ട്. അപ്പൊ റെസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൗദിയിൽ റെസിഡന്റ് ആവണം എന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി സൗദി റെസിഡന്റ് പേഴ്സൺ ആവണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കാറ്റഗറീസ് 2 കണ്ടീഷൻസ് ആണ്. 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന്, ഓക്കെ, എനി ഓഫ് ദ 2 ഫോളോയിങ് എന്നാ പറയുന്നത്, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സൗദി റെസിഡന്റ് വ്യക്തിയാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ കണ്ടീഷൻ, he has a permanent place of residence in kingdom and resides in the kingdom for total period not less than 30 days in the taxable year. അതായത് നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ എന്തുണ്ട്, ഒരു പെർമനന്റ് പ്ലേസ് ഓഫ് റെസിഡൻസ് ഉണ്ട്.
പെർമനന്റ് പ്ലേസ് ഓഫ് റെസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു പെർമനന്റ് അഡ്രസ്സ് സൗദി അറേബ്യയിലുണ്ട്. ഒരു വീട് പോലെ അല്ലെങ്കിൽ ഒരു പ്ലേസ് പോലെ നിങ്ങൾക്ക് എന്തുണ്ട്, പെർമനന്റ് പ്ലേസ് ഓഫ് അഡ്രസ് ഉണ്ട്. അതുണ്ടായിട്ട് നിങ്ങൾ സൗദി അറേബ്യയിൽ 30 ദിവസത്തിൽ കൂടുതൽ ഏതെങ്കിലും ഒരു ടാക്സബിൾ ഇയറിൽ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വർഷം സൗദി റെസിഡന്റ് ആണ്, സൗദി റെസിഡന്റ് വ്യക്തിയാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ he resides in kingdom for a period not less than 183 days in the taxable year. രണ്ടാമത്തെ കണ്ടീഷൻ, നിങ്ങൾക്ക് എന്തില്ല, സൗദി അറേബ്യയിൽ ഒരു പെർമനന്റ് പ്ലേസ് ഓഫ് റെസിഡൻസ് ഒന്നും ഇല്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാർക്ക് പോലെ അവർക്ക് ഒരു പെർമനന്റ് പ്ലേസ് ഓഫ് റെസിഡൻസ് ഒന്നും സൗദി അറേബ്യയിൽ ഉണ്ടാവില്ല. അവർ സ്വന്തമായിട്ട് സ്ഥലം എടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. അവർ ഏതെങ്കിലും റൂമിലോ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നിൽക്കുക. അങ്ങനെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 183 ദിവസത്തിൽ മേലെ സൗദിയിൽ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വർഷം ഒരു ടാക്സബിൾ ഇയറിൽ നിങ്ങൾ 183 ദിവസത്തിന് മേലെ സൗദിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വർഷം സൗദി റെസിഡന്റ് ആണ്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഇതിന്റെ വേറെ കോൺട്രാഡക്റ്റ് അല്ലെങ്കിൽ വേറെ സൈഡിൽ നിന്നാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇന്ത്യയിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ടാക്സ് അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഇയറിൽ ഇന്ത്യയിൽ സൗദിയിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ്റെ ഏതെങ്കിലും ഒരു ഇയറിൽ നിങ്ങൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഇന്ത്യയിലാണോ സൗദിയിലാണോ റെസിഡന്റ് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ചാണ് ടാക്സേഷൻ വരിക. നിങ്ങൾ NRI ആണോ അല്ല റെസിഡന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ ടാക്സേഷൻ മാറുക. അപ്പൊ ഇന്ത്യയിലും ഇതേപോലെ റെസിഡൻഷ്യൽ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഇന്ത്യയിലും ഈ ഒരു കണ്ടീഷൻ ഉണ്ട്. വേറെ 2-3 കണ്ടീഷൻസ് ഉണ്ട്, പക്ഷെ പ്രൈമറിലി ഈ കണ്ടീഷനും ഇന്ത്യയിലുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇയറിൽ 183 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ ഇന്ത്യൻ റെസിഡന്റ് ആണ്. അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് പെർമനന്റ് പ്ലേസ് ഒന്നുമില്ല, പെർമനന്റ് പ്ലേസ് ഓഫ് റെസിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പെർമനന്റ് അഡ്രസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ 30 ദിവസം നിന്നാൽ മതി. 30 ദിവസത്തിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അയാൾ എന്തായി, സൗദിയിൽ റെസിഡന്റ് ആയി. പക്ഷെ നമുക്ക് പെർമനന്റ് പ്ലേസ് ഓഫ് അഡ്രസ് സൗദിയിൽ പല ആൾക്കാർക്കും ഉണ്ടാവില്ല. ഉള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ, സൗദിയിൽ അങ്ങനെ സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ പെർമനന്റ് പ്ലേസ് ഓഫ് അഡ്രസ് ഒക്കെ എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 30 മതി. അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 183 ഡേയ്സിന് മേലെ 183 ഡേയ്സ് കണ്ടിന്യൂസ് നിൽക്കണ്ട. 183 ഡേയ്സ് അങ്ങനെ കണ്ടിന്യൂസ്ലി നിൽക്കണ്ട. നിങ്ങൾ മൊത്തം ഒരു വർഷം ടാക്സബിൾ ഇയർ എടുത്ത് നോക്കുന്ന സമയത്ത് 183 ദിവസത്തിൽ കൂടുതൽ സൗദിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസിഡന്റ് ആണ്, സൗദി റെസിഡന്റ് ആണ്. അപ്പൊ അതെങ്ങനെ ചെക്ക് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്പോർട്ട് നോക്കും. പാസ്പോർട്ട് നോക്കിയിട്ട് നിങ്ങൾ അറൈവലും ഡിപ്പാർച്ചറും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. എത്ര ടൈം പീരീഡ് നിങ്ങൾ സൗദിയിൽ നിന്നിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ 183 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ 183 ദിവസം അല്ലെങ്കിൽ 30 ദിവസം, ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് പാലിച്ചു കഴിഞ്ഞാൽ സൗദി റെസിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് പഠിക്കുന്നത് എന്തിനാ, നമ്മൾ ഈ കാര്യം നോക്കാനാണ്. കാരണം നമ്മളിവിടെ നോൺ റെസിഡന്റ് എന്ന് പല സ്ഥലത്തും പറയുന്നുണ്ട് അല്ലെ, നോൺ റെസിഡന്റ് വിത്ത്. അപ്പൊ ആരാണ് ഈ നോൺ റെസിഡന്റ് എന്ന് അറിയണമെങ്കിൽ ആദ്യം റെസിഡന്റ് ആരാണെന്ന് അറിയണമല്ലോ. റെസിഡന്റ് അല്ലാത്ത ആൾക്കാരൊക്കെ നോൺ റെസിഡന്റ് ആണ്. അപ്പൊ ഈ C പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നോൺ റെസിഡന്റ്, ഇവിടെയും കാണാൻ പറ്റും നോൺ റെസിഡന്റ്. അപ്പൊ നോൺ റെസിഡന്റ് ആരാന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, റെസിഡന്റ് ആരാന്ന് അറിയണം. ഈ 2 കണ്ടീഷൻസ് പാലിച്ച ആൾക്കാരിൽ ആരും സൗദി റെസിഡന്റ് ആണ് ആ വർഷം. അപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓരോ വർഷവും മാറും. അപ്പൊ ഈ വർഷങ്ങൾ സൗദി റെസിഡന്റ് ആണെന്ന് വിചാരിച്ചിട്ട് അടുത്ത വർഷം സൗദി റെസിഡന്റ് ആവണമെന്നില്ല, അതിന്റെ പിറ്റത്തെ വർഷങ്ങൾ സൗദി റെസിഡന്റ് ആയിക്കോണമെന്നില്ല. അപ്പൊ അതിങ്ങനെ ഓരോ വർഷം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് രാജ്യത്താണ് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം ഏത് രാജ്യത്താണോ നമ്മൾ റെസിഡന്റ് ആയിരിക്കുന്നത് ആ രാജ്യത്തെ ടാക്സേഷൻ അനുസരിച്ച് കാരണം ടാക്സ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വർഷം ഇന്ത്യയിലാണ് റെസിഡന്റ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ടാക്സേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും വരേണ്ടി വരും, അല്ലെങ്കിൽ ആ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വരിക. അതല്ല സൗദിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൈഡിലേക്കുള്ള ടാക്സേഷൻ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യണം, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. ടാക്സ് കൊടുക്കുന്നതിന് മുന്നേ, എസ്പെഷ്യലി നമ്മുടെ ഇൻകം ടാക്സ് കൊടുക്കുന്നതിന് മുന്നേ, സൗദിയിലാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈ രീതിയിലാണ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. പക്ഷേ ഈ 2 കണ്ടീഷനും ഒരു ഇൻഡിവിജ്വലിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി. ഓക്കെ, വ്യക്തിന്റെ കേസിൽ പറയാൻ കാരണം എന്താ, നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് എന്ത്, വ്യക്തികൾ, നാച്ചുറൽ പേഴ്സൺ ഹൂ ഈസ് എ റെസിഡന്റ് നോൺ സൗദി കണ്ടക്ട് ചെയ്യുന്ന നോൺ റെസിഡന്റ്, ഇതൊക്കെ വ്യക്തികളുടെ കേസാണ്. ബിസിനസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു വ്യക്തികൾക്കും എന്താവും, സൗദി അറേബ്യയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവും, ഇല്ലാതിരിക്കുകയും ചെയ്യാം. പക്ഷെ ഇനി ബിസിനസ് എപ്പോഴാണ് റെസിഡന്റ് ആവുക, ഒരു വ്യക്തി റെസിഡന്റ് ആവുന്നതോ അല്ലാത്തതോ നമുക്ക് മനസ്സിലാക്കാം. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ആ വ്യക്തി 183 ദിവസത്തിന്റെ കണ്ടീഷനൊക്കെ നോക്കാം. എപ്പോഴാണ് ഒരു ബിസിനസ് സൗദി അറേബ്യയിൽ റെസിഡന്റ് ആവുക,
കാരണം ബിസിനസ് സൗദി അറേബ്യയിൽ റെസിഡന്റ് ആണ് അല്ലേ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോർപ്പറേറ്റ് ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ ഒക്കെ നടത്തുക. അപ്പോൾ ബിസിനസ് സൗദി അറേബ്യയിൽ റെസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ എ കമ്പനി ഷാൾ ബി കൺസിഡേർഡ് എ റെസിഡന്റ് ഇൻ കിങ്ഡം ഡ്യൂറിംഗ് ടാക്സബിൾ ഇയർ ഇഫ് ഇറ്റ് മീറ്റ്സ് എനി ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ. താഴെ പറയുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ പാലിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി എന്താണ്, സൗദിയിൽ റെസിഡന്റ് ആണ്. ഏതൊക്കെ കണ്ടീഷൻസ്? ഫസ്റ്റ് കണ്ടീഷൻ, ഇറ്റ് ഈസ് ഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് കമ്പനീസ് ലോ. അതായത് സൗദി ലോ പ്രകാരം ഫോം ചെയ്ത കമ്പനി ആയിരിക്കണം. അതായത് പാരന്റ് കമ്പനി സൗദിയിലായിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന് അർത്ഥം. ഇപ്പൊ നമ്മൾ നാട്ടിൽ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞില്ല, അപ്പൊ നമ്മൾ നാട്ടിൽ ഫോം ചെയ്ത ഒരു കമ്പനി എന്ത് ചെയ്യും, അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അതിന്റെ ഒരു സബ്സിഡറി പോലെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ കമ്പനി ഉണ്ടാക്കിയത് സൗദി ലോ പ്രകാരമല്ല, നമ്മുടെ നാട്ടിലെ MCA റൂൾ പ്രകാരം, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ റൂൾ പ്രകാരം ഉണ്ടാക്കിയ കമ്പനിയാണ്. അപ്പൊ അതല്ലാത്ത സൗദി റൂൾ പ്രകാരം ഉണ്ടാക്കിയ കമ്പനി, അതായത് സൗദി റൂൾ പ്രകാരമാണ് നിങ്ങൾ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൗദിയിൽ എന്താണ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലാണ്. അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ, ഇറ്റ്സ് സെൻട്രൽ മാനേജ്മെന്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ കിങ്ഡം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ വേറെ എവിടെയോ ഉണ്ടാക്കിയ കമ്പനിയാണ്, ഇപ്പൊ ഇന്ത്യൻ ലോ പ്രകാരം നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ്, പക്ഷെ ആ കമ്പനീന്റെ മെയിൻ മാനേജ്മെന്റ് കംപ്ലീറ്റ് സൗദി അറേബ്യയിലാണ് ലൊക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ജസ്റ്റ് പേരിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ, രജിസ്ട്രേഷൻ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ബിസിനസ്സും അതിന്റെ മാനേജ്മെന്റ് കംപ്ലീറ്റ് നടക്കുന്നത് സൗദിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിൽ നിങ്ങളുടെ കമ്പനി എന്താണ്, ഒരു സൗദി റെസിഡന്റ് കമ്പനിയാണ്. ഓക്കെ, അപ്പൊ ആ രണ്ട് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി എന്താവും, സൗദി റെസിഡന്റ് ആവും. അപ്പൊ ഒരു വ്യക്തി റെസിഡന്റ് ആവുന്ന കണ്ടീഷനും നമ്മൾ നോക്കണം, സൗദി കമ്പനി റെസിഡന്റ് ആവുന്ന സിറ്റുവേഷൻ നമ്മൾ നോക്കണം. നമ്മൾ പൊതുവെ നോക്കുക ഏതായിരിക്കും, വ്യക്തികളെക്കാൾ കൂടുതൽ കമ്പനിന്റെ കേസ് ആയിരിക്കും. കാരണം കമ്പനിന്റെ കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് വരിക. വ്യക്തികളത് വരില്ല എന്നല്ല ഞാൻ പറഞ്ഞു, വ്യക്തികളതും വരും. വ്യക്തികൾ ഒരു ഇൻഡിവിജ്വൽ സൗദി അറേബ്യയിൽ നോൺ സൗദി ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. അപ്പൊ ആ സമയത്ത് നമ്മൾ അയാൾക്ക് ടാക്സ് വരുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ കൺസെപ്റ്റ് എടുക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ കൂടുതൽ നമുക്ക് കൂടുതൽ വരിക എന്താണ്, കമ്പനി റെസിഡന്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യായിരിക്കും നമുക്ക് കൂടുതൽ വരിക. ഓക്കെ, അപ്പൊ കമ്പനി റെസിഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ആണ് ചെക്ക് ചെയ്യുക. ഇനി അതിനു മുന്നേ നമ്മൾ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൂടി പഠിക്കാം. പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇപ്പൊ നമ്മൾ ഈ ഡിസ്കഷനിലൊക്കെ നടത്തിയ സമയത്ത് ഇവിടെ നമ്മൾ പറഞ്ഞു, C പോയിന്റ് നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞു, എ നോൺ റെസിഡന്റ് ഹൂ കണ്ടക്ട്സ്. ഇപ്പൊ നോൺ റെസിഡന്റ് എന്താണെന്നറിയാം, ഹൂ കണ്ടക്ട്സ് ബിസിനസ് ഇൻ ദ കിങ്ഡം ത്രൂ എ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഈ വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പേരിന്ന് നിങ്ങൾക്ക് തോന്നും പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, നിങ്ങൾ പേര് കേട്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, അവരുടെ മേജർ ലൊക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അങ്ങനെ നമുക്ക് വിചാരിക്കാം, അങ്ങനെ തന്നെയാണ് ഒരു പരിധി വരെ. പക്ഷെ അത് മാത്രമല്ല, കുറച്ചും കൂടി ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗദിയിൽ ഒരു ബിസിനസ് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആകുക, അല്ലെങ്കിൽ ആ ബിസിനസിന്റെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് സൗദിയിലാണ് എന്ന് എപ്പോഴാണ് പറയുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ നോൺ റെസിഡന്റ് ഇൻ കിങ്ഡം unless otherwise stated in the article shall consist a permanent place in which non-resident practices its business activity in fully or part including any business carried through an agent. വലിയ ഡെഫിനിഷൻ ആയിട്ടാണ് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്താന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ല, സൗദി അറേബ്യയിൽ ഒരു നോൺ റെസിഡന്റ് ബിസിനസ് ആണ്. ഓക്കെ, ഒരു നോൺ റെസിഡന്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ആ ബിസിനസിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സൗദിയിലല്ല. എപ്പോഴാണ് ഒരു ബിസിനസിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സൗദിയിലല്ലാതാവുക? ഒന്നെങ്കിൽ അവരുടെ സൗദി ലോ പ്രകാരം ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ അവരുടെ മേജർ മാനേജ്മെന്റ് ഒന്നും സൗദിയിലുള്ളതല്ല. അപ്പൊ ആ ബിസിനസ് ഒരു നോൺ റെസിഡന്റ് ബിസിനസ് ആണ്, അല്ലെങ്കിൽ ആ എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു നോൺ റെസിഡന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. സ്റ്റിൽ നിങ്ങൾക്ക് സൗദിയിൽ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താവും, സൗദി അറേബ്യയിൽ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ചെക്ക് ചെയ്യുക? പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്തുണ്ടാവണം, ഒരു പെർമനന്റ് പ്ലേസ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ പെർമനന്റ് പ്ലേസ് ഉണ്ടാവണം സൗദിയിൽ. അതിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്യണം, ബിസിനസ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യണം. അത് ഫുള്ളി ആയിക്കോട്ടെ പാർഷ്യലി ആയിക്കോട്ടെ. ആ ബിസിനസ്സിൽ എന്താവാം, ത്രൂ ഏജന്റ് മുഖാന്തരം നടത്തുന്ന ബിസിനസ് ആവാം. നമുക്ക് എക്സാമ്പിൾസ് പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. അതായത് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ടാണ് കൂട്ടുക. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തുണ്ട്, സൗദിയിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്.
അല്ലെങ്കിൽ ഒരു അസംബ്ലി ഫെസിലിറ്റി ഉണ്ട്. അസംബ്ലി ഫെസിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ സ്ഥലത്തു നിന്ന് ഒരു എല്ലതും കൂടി കൂട്ടി കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്യുന്ന ഒരു ഫാക്ടറി, ഓക്കെ, അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അല്ലെങ്കിൽ ദ എക്സൈസ് ഓഫ് സൂപ്പർവൈസറി ആക്ടിവിറ്റീസ് കണക്റ്റഡ് ദർ വിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പറഞ്ഞത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കമ്പനി നോൺ റെസിഡന്റ് കമ്പനിയാണ്, സൗദിയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാത്ത കമ്പനിയാണ്, ഓക്കെ. സൗദിയിലല്ല നിങ്ങളുടെ കമ്പനീന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് സൗദിയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ സൗദി റെസിഡന്റ് കമ്പനിയല്ല എന്നുള്ള രീതിയിലാണെന്ന് വിചാരിക്കുക അല്ലേ. പക്ഷേ സൗദിയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോർപ്പറേറ്റ് ടാക്സ് ഒന്നും പോകാൻ പറ്റില്ല. അത് നമ്മൾ ചെക്ക് ചെയ്യപ്പോഴാണ് നോൺ റെസിഡന്റ് കമ്പനിയാണ്, നിങ്ങൾക്ക് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് സൗദിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. അപ്പോൾ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, നമ്മൾ ഇപ്പം ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ. അതിൽ ആദ്യത്തെ ഉദാഹരണമാണത്, നിങ്ങളുടെ നോൺ റെസിഡന്റ് കമ്പനിക്ക് സൗദിന്റെ അകത്ത് ഒരു വലിയ കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അസംബ്ലി ഫെസിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ചെറിയ ഏതെങ്കിലും ഒരു റൂമിൽ ഒരു ചെറിയ സെറ്റപ്പ് അങ്ങനെയല്ല. നിങ്ങൾ മേജർ പോർഷൻ കൺസ്ട്രക്ഷനും പരിപാടികളും അസംബ്ലി ചെയ്യുന്ന പരിപാടികളൊക്കെ സൗദിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുണ്ട്, സൗദിയിൽ നിങ്ങൾക്കൊരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. അതിന് നമ്മൾ PE എന്നാ പറയാ, പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, PE, ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സാമ്പിൾ ആണെന്ത്, ഇൻസ്റ്റാളേഷൻസ്, സൈറ്റ്സ് യൂസ്ഡ് ഫോർ സർവേയിങ് നാച്ചുറൽ റിസോഴ്സസ്, ഡ്രില്ലിംഗ് എക്യുപ്മെന്റ്, ഷിപ്പ് യൂസ്ഡ് ഫോർ സർവേയിങ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് the exercise of supervisory activities connected therewith. അത് ഇതൊക്കെ എന്താണ്, പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ വരും. എന്തൊക്കെയാ, നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാളേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സ് സർവേ ചെയ്യുന്ന, അതായത് നാച്ചുറൽ റിസോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ ഉണ്ട്. അതായത് ഓയിൽ റിഗ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നിങ്ങൾക്ക് എന്തുണ്ട്, സർവേ ചെയ്യുന്ന ഒരു സൈറ്റ് ഉണ്ട്. അല്ലെങ്കിൽ അത് ഡ്രില്ല് ചെയ്യുന്ന എക്യുപ്മെന്റ് ഉണ്ട്, നിങ്ങൾ ഓയിൽ കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രില്ല് ചെയ്യുന്ന എക്യുപ്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഷിപ്പുകളുണ്ട്, ഈ നാച്ചുറൽ റിസോഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിപ്പൊക്കെ ഉണ്ട്. അതായത് കടലിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഓയിൽ ഉണ്ടോ അല്ലെങ്കിൽ ഓയിൽ കാര്യങ്ങൾ എന്തോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, സൗദിയിൽ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ള കമ്പനിയാണ്. ഈവൻ ദോ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സൗദിയിൽ ഇല്ല എങ്കിൽ കൂടിയും നിങ്ങൾ എന്തായിരിക്കും, നോൺ റെസിഡന്റ് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. സോ നോൺ റെസിഡന്റ് വിത്ത് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, അതാണ് ഈ C പോയിന്റിൽ നമ്മൾ പഠിച്ച്. ഇവിടെ C പോയിന്റ് അതാണ് പറയുന്നത്, എ നോൺ റെസിഡന്റ് ഹൂ കണ്ടക്ട്സ് ബിസിനസ് ഇൻ ദ കിങ്ഡം ത്രൂ എ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. ആളെന്താണ്, അല്ലെങ്കിൽ ആ ബിസിനസ് എന്താണ്, ഒരു നോൺ റെസിഡന്റ് ബിസിനസ് ആണ്, പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സൗദി അറേബ്യയിലുള്ള ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് മുഖാന്തരം അവരുടെ ബിസിനസ് നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് കൊടുക്കണം, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. ഓക്കെ, അവരെന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. അപ്പൊ രണ്ട് കണ്ടീഷൻസ് ആയി, പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ രണ്ട് ഉദാഹരണങ്ങളായി. ആദ്യം പറഞ്ഞത് കൺസ്ട്രക്ഷൻ സൈറ്റുമായി ബന്ധപ്പെട്ടത്, രണ്ടാമത് പറഞ്ഞതോ നമ്മൾ ഈ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓയിലാണ്. പൊതുവെ ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഇൻസ്റ്റാളേഷൻ പരിപാടികൾ, അതിന്റെ സൈറ്റ്, അല്ലെങ്കിൽ അതിന്റെ ഡ്രില്ലിംഗ് എക്യുപ്മെന്റ് ഒക്കെ നമുക്ക് സൗദിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഷിപ്പൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, സൗദിയിൽ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. ഓക്കെ. മൂന്നാമത്തത് എ ഫിക്സ്ഡ് ബേസ് ഫ്രം വിച്ച് എ നോൺ റെസിഡന്റ് നാച്ചുറൽ പേഴ്സൺ ക്യാരി ഔട്ട് ദ ബിസിനസ്. അതൊരു ഫിക്സ്ഡ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു നോൺ റെസിഡന്റ് നാച്ചുറൽ പേഴ്സൺ എന്നാ പറയുന്നത്. നോൺ റെസിഡന്റ് നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനി ഒന്നുമല്ല, സാധാ വ്യക്തികൾ. നമ്മൾ പേഴ്സൺസിനെ കുറിച്ച് നമ്മൾ വാറ്റിന്റെ സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പേഴ്സൺസ് പൊതുവെ രണ്ടെണ്ണുള്ളത്, ഒന്ന് നാച്ചുറൽ പേഴ്സണും മറ്റേത് ലീഗൽ പേഴ്സണും. കുറെ സ്ഥലത്ത് നമ്മൾ പറഞ്ഞാണ് നാച്ചുറൽ, നമ്മൾ ഈ ലോയിൽ പഠിക്കുന്ന ടേമാണ് ഇതൊക്കെ. അതായത് ഇതൊക്കെ ടാക്സിന്റെ ലോ ആയതുകൊണ്ട് അതേ വാക്ക ഉപയോഗിക്കുക. നാച്ചുറൽ പേഴ്സൺ ആൻഡ് ലീഗൽ പേഴ്സൺ എന്ന് പറയാം. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെയാണ് പറയാ, വ്യക്തികൾ, സാധാ ഹ്യൂമൻ ബീങ്സിനെ. അതായത് ബിസിനസ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് നടത്തുന്ന ആൾക്കാരെയാണ് എന്ത് പറയാ, നാച്ചുറൽ പേഴ്സൺ എന്ന് പറയാം. ലീഗൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം മൂലമുണ്ടായ വ്യക്തികൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമം മൂലം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, ഇപ്പൊ നമ്മളൊരു LLC ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി ഉണ്ടാക്കുകയാണ്. കമ്പനി ശരിക്കും എന്താണ്, ലോന്റെ കണ്ണിൽ ഒരു വ്യക്തിയാണ്.
ഒരു വ്യക്തിയാണ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു LLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ വ്യക്തി ഉണ്ടായത് എങ്ങനെയാണ്? മനുഷ്യന്മാരുണ്ടായ പോലെ ഉണ്ടായതാണോ? അല്ല. ഇത് ഉണ്ടായത് എങ്ങനെയാണ്? നിയമമാണ് ഈ വ്യക്തിനെ ഉണ്ടാക്കിയത് അല്ലേ? നിയമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡ്രാഫ്റ്റ്, ഒരു പേപ്പറിൽ നമ്മൾ എഴുതാണ്, ഇന്ന ആൾക്കാർ ചേർന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, ഇത്ര ദിവസം ഇവരെന്ത് ചെയ്യുന്നു, ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒപ്പിടുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു ഡ്രാഫ്റ്റ്, ഈ ഒരു കമ്പനിന്റെ ഡ്രാഫ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു കമ്പനി ഉണ്ടാവുകയാണ്, ഒരു കമ്പനി ജനിക്കുകയാണ്. ആ ജനിച്ച കമ്പനീനെ വിളിക്കുന്ന പേരെന്താ? ലീഗൽ പേഴ്സൺ. കാരണം ലീഗൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിയമം മൂലമുണ്ടായ വ്യക്തി. ഓക്കെ. അപ്പൊ 2 ടൈപ്പ് ഓഫ് വ്യക്തികൾ നിയമത്തിൽ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ വാറ്റിലാണെങ്കിലും പഠിക്കും, ഇനി കോർപ്പറേറ്റ് ടാക്സിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നിടത്തൊക്കെ നിങ്ങൾ പഠിക്കും. 2 ടൈപ്പ് ഓഫ് വ്യക്തികളാ പറയാം. ഒന്ന് നാച്ചുറൽ പേഴ്സൺ, രണ്ടാമത് ലീഗൽ പേഴ്സൺ. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലൂടെ പോകേണ്ടത് എന്താണ്? പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സുകൾ. ഓക്കെ. ലീഗൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലാത്ത ബാക്കി എല്ലാ ബിസിനസ്സുകളും, LLCകൾ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ, അതായത് നമ്മൾ ഒരാൾ ഒറ്റക്കല്ലാത്ത ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും ലീഗൽ പേഴ്സണുകളായിരിക്കും. ഓക്കെ. അപ്പോ ഇവിടെ പറയുന്നത് എന്താ? എ ഫിക്സ്ഡ് ബേസ്, ഓക്കെ, ഫ്രം വിച്ച് എ നോൺ റെസിഡന്റ് നാച്ചുറൽ പേഴ്സൺ ക്യാരി ഔട്ട് ബിസിനസ്. ഇതും പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അതായത് നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങളൊരു നോൺ റെസിഡന്റ് വ്യക്തിയാണ്, നോൺ റെസിഡന്റ് നാച്ചുറൽ പേഴ്സൺ. അപ്പൊ ഒരു വ്യക്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ എന്ത് പ്രകാരം നോക്കുക? നമ്മൾ ഇത് പ്രകാരം നോക്കുക, ഈ 2 റൂൾസ് പ്രകാരം അല്ലെ? ഈ 2 റൂൾ പ്രകാരം ഒരാൾ എന്താണ്? സൗദി അറേബ്യയിൽ റെസിഡന്റ് അല്ല, നോൺ റെസിഡന്റ് ആണ്. പക്ഷെ അയാൾക്ക് എന്തുണ്ട്? അയാൾക്ക് സൗദിയിൽ ഒരു ഫിക്സ്ഡ് ബേസ് ഉണ്ട്. ഫിക്സ്ഡ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഓഫീസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നല്ലൊരു ബേസ് പോയിന്റ് ഉണ്ട്. അതായത് അയാൾ ഇന്ന് ഇവിടെ നിന്നാണ് ഇന്ന് ജിദ്ദയിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നാളെ മക്കയെന്ന് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നാളെ മക്കയെന്നാണെങ്കിൽ മറ്റന്നാൾ മദീനന്ന് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയല്ല. അയാൾക്ക് ഫിക്സ്ഡ് ആയിട്ട് ഒരു ബേസ് ഉണ്ട്. അവിടെ വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ നോൺ റെസിഡന്റ് ആണെങ്കിൽ കൂടിയും അയാൾക്ക് എന്തുണ്ട്? സൗദിയിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. ഓക്കെ. നാലാമത്തത്, ദ ബ്രാഞ്ച് ഓഫ് എ നോൺ റെസിഡന്റ് കമ്പനി ലൈസൻസ്ഡ് ടു ക്യാരി ഔട്ട് ഇൻ ദ കമ്പനി. നിങ്ങളുടെ കമ്പനി നോൺ റെസിഡന്റ് കമ്പനിയാണ്. ഓക്കെ. ഇതാണ് നമ്മൾ 4ാമത്തെ കാറ്റഗറിയിലാണ് നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കമ്പനികളൊക്കെ പെടുക. അതായത് നിങ്ങളുടെ കമ്പനി എന്താണ്? ഒരു നോൺ റെസിഡന്റ് കമ്പനിയാണ്. ഇപ്പൊ നാട്ടിലെ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെസിഡന്റ് ആണ്. സൗദിയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സൗദിയിൽ ഇല്ല. 2 കണ്ടീഷൻ പ്രകാരം സൗദിയിൽ റെസിഡന്റൽ ആയിരിക്കില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നാട്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു കമ്പനി പർച്ചേസ് ചെയ്തു. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. പലരും ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? നാട്ടിൽ നിന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് പർച്ചേസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ സബ്സിഡറി പോലെ എന്ത് ചെയ്യും? സൗദി അറേബ്യയിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? നാട്ടിലുള്ള ഈ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതായിരിക്കും ആ കമ്പനിന്റെ പാരന്റ് കമ്പനി. ഓക്കെ. ആൻഡ് സബ്സിഡറി കമ്പനി ആയിട്ടുള്ള കമ്പനി സൗദിയിലായിരിക്കും ഉണ്ടാവുക. മേജർ ബിസിനസ് ഒക്കെ നടക്കുക സൗദിയിലായിരിക്കും. പല കമ്പനികളുടെയും മേജർ ബിസിനസ് നടക്കുക സൗദിയിലായിരിക്കും. ഈ നാട്ടിലുള്ള കമ്പനിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവില്ല? കാര്യമായിട്ട് ഒരു ബിസിനസ്സും നടക്കുന്നുണ്ടാവില്ല. ജസ്റ്റ് പേപ്പറിൽ മാത്രം കമ്പനി. കാരണം കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പലരും എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഈ സാധനം കൊണ്ടുപോയിട്ടുണ്ടാവും. നമ്മൾ മിസ ലൈസൻസ് ഒക്കെ എടുക്കുക എന്ന് പറയും. സാഗിയെ വെച്ചിട്ട് ചെയ്യുന്ന കമ്പനികൾ. നമുക്ക് അങ്ങനെ ഒരു ഫോർമേഷൻ ഓഫ് കമ്പനി ചെയ്യാം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നാട്ടിൽ നിന്ന് കമ്പനികൾ പർച്ചേസ് ചെയ്യും, എന്നിട്ട് സൗദി പോയിട്ട് എന്ത് ചെയ്യും? അതിന്റെ സബ്സിഡറി കമ്പനി പോലെ കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവിടെ സംഭവിക്കുന്ന വെച്ചാൽ അവരുടെ ലോ പ്രകാരം, അതായത് ഈ കമ്പനി ഫോം ചെയ്തിട്ടുണ്ടാവുക ഇന്ത്യൻ ലോ പ്രകാരമായിരിക്കും. പാരന്റ് കമ്പനി ഏത് ലോ പ്രകാരമാണോ ഉണ്ടാക്കിയത് അതാണ് ചെക്ക് ചെയ്യുക. പാരന്റ് കമ്പനി ഉണ്ടാക്കിയത് ഇന്ത്യൻ ലോ പ്രകാരമാണ്. ഇന്ത്യയിലെ MCAയിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ കമ്പനിയുടെ ആദ്യത്തെ കണ്ടീഷൻ തെറ്റായിരിക്കും. രണ്ടാമത്തെ കണ്ടീഷനോ, സെൻട്രൽ മാനേജ്മെന്റ് സൗദിയിൽ ലൊക്കേറ്റ് ചെയ്യുക. അപ്പൊ പലപ്പോഴും സെൻട്രൽ മാനേജ്മെന്റ് സൗദിയിലൊന്നും ആയിരിക്കില്ല. ചില ആൾക്കാരതൊക്കെ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും. ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാഗർ ആയിരിക്കും. അങ്ങനെ കറക്റ്റ് സൗദിയിൽ തന്നെ സെൻട്രൽ മാനേജ്മെന്റ് ഉണ്ടാവണമെന്നില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എന്തായി? റെസിഡൻഷ്യൽ കമ്പനി ആയി, റെസിഡന്റ് കമ്പനി ആയി. അല്ലാന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനും പാലിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ അങ്ങനെയാണെങ്കിൽ കൂടി അവർക്ക് എന്തുണ്ടാവും? അവരുടെ കമ്പനിക്ക് ഈ പറയപ്പെടുന്ന നോൺ റെസിഡന്റ് കമ്പനി ആയിട്ടുണ്ടെന്നെങ്കിൽ കൂടിയും അവർക്ക് സൗദിയിൽ ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ള ബ്രാഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും എന്തുണ്ട്? പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. അപ്പൊ എന്താ പഠിച്ചത്? കുറെ കാര്യങ്ങൾ പഠിച്ചു. ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നാവുന്ന ഒരു സാധനങ്ങളാണ് പഠിച്ചത്. ഒന്നുമില്ല. നമ്മൾ സൗദി അറേബ്യയിൽ, ഞാൻ പറഞ്ഞു, സൗദി അറേബ്യയിൽ നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക ആ കമ്പനി അല്ലെങ്കിൽ ആ വ്യക്തിന്റെ സ്റ്റാറ്റസ് ബേസ് ചെയ്താണ് നോക്കുക. ആ കമ്പനി സൗദിയിൽ റെസിഡന്റ് ആണോ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണോ, അല്ലെങ്കിൽ സൗദി ബേസ്ഡ് ആണോ നോൺ സൗദി ബേസ്ഡ് ആണോ നോക്കുക. അപ്പൊ ആദ്യത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈസിയാണ്. എന്ത്? ഒരു റെസിഡന്റ് ക്യാപിറ്റൽ കമ്പനി വിത്ത് റെസ്പെക്ട് ടു ഷെയർ ഓഫ് നോൺ സൗദി പാർട്ട്നേഴ്സ്. അതായത് ആ കമ്പനി എന്താണ്? സൗദി റെസിഡന്റ് കമ്പനിയാണ്.
ഇപ്പൊ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാം. സൗദി റെസിഡന്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം. ഈ 2 കണ്ടീഷൻസും പാലിച്ച കമ്പനിയാണെന്ത്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ പാലിച്ച കമ്പനിയാണെന്ത്, സൗദി റെസിഡന്റ് കമ്പനി. അപ്പൊ ആ കമ്പനി സൗദി റെസിഡന്റ് ആണ്, ബട്ട് സ്റ്റിൽ ആ കമ്പനിയിൽ എന്തുണ്ട്, നോൺ സൗദി പാർട്ട്നേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നോൺ സൗദി പാർട്ട്നേഴ്സിന്റെ പോർഷന്മ നമ്മൾ എന്ത് കൊടുക്കണം, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അത് നമ്മൾ ഇതുവരെ പഠിച്ചത്. നമ്മൾ സക്കാത്ത് പഠിച്ച സമയത്തൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഒരു സൗദി ബേസ്ഡ് കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് സൗദിന്റെ പോർഷന് നിങ്ങൾ എന്ത് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക. സൗദി അല്ലാത്ത പോർഷന് അല്ലെങ്കിൽ നോൺ സൗദി പാർട്ട്നേഴ്സിന്റെ പോർഷന് നിങ്ങൾ എന്ത് ചെയ്യുക, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കുക. അത് നമ്മൾ ഒരുപാട് പഠിച്ചു. ഇനി അതല്ലാതെയും കുറച്ച് ആൾക്കാർക്ക് കോർപ്പറേറ്റ് ടാക്സ് വരും. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്താ, ഒരു നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആദ്യം നമ്മുടെ മൈൻഡിൽ വരേണ്ടത് പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്. ഒരു നാച്ചുറൽ പേഴ്സൺ ആയിട്ടുള്ള ആള് എന്ത് ചെയ്യാണ്, റെസിഡന്റ് നോൺ സൗദി കണ്ടക്ടിങ് ബിസിനസ് ഇൻ ദ കിങ്ഡം. അവരെന്താണ്, നോൺ റെസിഡന്റ് ആണ്, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, സൗദി അറേബ്യയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. ഓക്കെ. പിന്നെ മൂന്നാമത്താണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, എന്ത്, നിങ്ങളൊരു നോൺ റെസിഡന്റ് ആണ് ഹു കണ്ടക്ട്സ് ബിസിനസ് ഇൻ കണ്ടക്ട് ത്രൂ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. സൗദി അറേബ്യയിൽ റെസിഡന്റേ അല്ല, പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ട്, സൗദിയിൽ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. അതിനാണ് നമ്മൾ എന്ത് പഠിച്ചത്, പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്താന്ന് പഠിച്ചത്. പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ 4 കാര്യങ്ങളും പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കേസാണ്. ഓക്കെ. അപ്പൊ ഇതിൽ ഏതെങ്കിലും 4 ഏതെങ്കിലും ഒന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, സൗദിയിൽ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. അങ്ങനെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ റെസിഡന്റ് ആണെങ്കിൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്യണം, സൗദിയിൽ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. 4ാമത്തെ കണ്ടീഷൻ, ഇനി നമുക്ക് ഇതൊക്കെ വായിക്കാം. 4ാമത്തെ കണ്ടീഷൻ എന്താ, എ നോൺ റെസിഡന്റ് അതർ ദാൻ വിത്ത് അതർ ടാക്സബിൾ ഇൻകം ഫ്രം ദ സോഴ്സ് ഓഫ് കിങ്ഡം. ഇത് നമുക്ക് വായിക്കാനായിട്ടില്ല. ഫ്രം ടാക്സബിൾ ഇൻകത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ടില്ല. പിന്നെ ഇതും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടില്ല. നാച്ചുറൽ ഗ്യാസ് ഇൻവെസ്റ്റ്മെന്റ്. ലാസ്റ്റ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഓയിൽ ആൻഡ് ഹൈഡ്രോ കാർബൺസ്. അപ്പൊ ഇതാണ് എന്ത്, സൗദിയിലുള്ള റെസിഡന്റൽ കമ്പനിന്റെ അല്ലെങ്കിൽ നോൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസ്. അപ്പൊ ഇതൊക്കെ പഠിക്കുന്ന എന്തിനാ, സൗദി അറേബ്യയിൽ കോർപ്പറേറ്റ് ടാക്സ് വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്രയും പോയിന്റുകൾ പഠിക്കുന്നത്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഇത് രണ്ടും കൂടിയും ചേർത്ത് മിക്സ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മൈൻഡിൽ നിൽക്കൂല. ടാക്സ് പേയേഴ്സും പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റും അതുപോലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും കൂടിയും ചേർത്ത് പഠിച്ചാൽ എന്ത് ചെയ്യുള്ളൂ, മൈൻഡിൽ നിൽക്കുള്ളൂ. ഓക്കെ. അപ്പൊ അതൊന്ന് നോക്കുക. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. കാരണം അത് കുറച്ച് കൺഫ്യൂസിങ് ആവാനും സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ് ലെങ്ത് കൂടുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാനും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഫീല് തോന്നിയോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ. മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം. ഓക്കെ. ഇനി കോർപ്പറേറ്റ് ടാക്സിന്റെ ഡ്യൂ ഡേറ്റ് എന്നാ വരിക എന്നുള്ളത്, കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം എപ്പോഴാണ് വരിക, ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് വരിക എന്നുള്ളത്. കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യാനുള്ള ടൈം സക്കാത്തിന്റെ ടൈം ലൈൻ പോലെ തന്നെയാണ്. 120 days ആണ് എന്ത് ചെയ്യുക, കോർപ്പറേറ്റ് ടാക്സിന് വരിക. ഇത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തതിന് ശേഷം 120 ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 120 ദിവസത്തിനുള്ളിൽ, 120 ഡേയ്സിനുള്ളിൽ, 120 ദിവസം കഴിഞ്ഞാൽ എന്നല്ല, 120 ദിവസത്തിനുള്ളിൽ, അതായത് 120 days ആണ് എന്ത്, നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ്. അപ്പൊ നമ്മുടെ കമ്പനി ഒരു എൻറ്റിറ്റി, എ എന്ന് പറയുന്ന എൻറ്റിറ്റി, അവരുടെ ഫിനാൻഷ്യൽ ഇയർ ജൂലൈ തൊട്ട് ജൂൺ വരെയാണ്. 1 ജൂലൈ തൊട്ട് 30 ജൂൺ വരെയാണ് അവരുടെ എന്ത്, ഫിനാൻഷ്യൽ ഇയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ കോർപ്പറേറ്റ് ടാക്സിന്റെ റിട്ടേൺ ചെയ്യാനുള്ള പേയ്മെന്റ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റിട്ടേൺ പ്ലസ് പേയ്മെന്റാ വരിക. അതായത് ഇപ്പോ ഒരു ഉദാഹരണത്തിന് റിട്ടേൺ ഡേറ്റ് വേറെയും പേയ്മെന്റ് ഡേറ്റ് വേറെയാണെന്ന് വിചാരിക്കരുത്. അപ്പൊ നമ്മൾ കോർപ്പറേറ്റ് ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ. ഞാൻ ആ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കാനുണ്ടെന്ന് വിചാരിച്ചോ, നമ്മുടെ നെറ്റ് പ്രോഫിറ്റുമേ 20% കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു എമൗണ്ട് ടാക്സ് വന്നു, 5, 6, 4 വന്ന് എന്ത് ചെയ്തു, ടാക്സ് വന്നു. ഈ എമൗണ്ട് ഞാൻ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പേയ്മെന്റും നടത്തണം. അതായത് റിട്ടേൺ മാത്രം ഫയൽ ചെയ്തിട്ട് പേയ്മെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റൂല എന്നർത്ഥം. ചില ആൾക്കാർ അങ്ങനെ ചെയ്യും. എന്ത് ചെയ്യും, കോർപ്പറേറ്റ് ടാക്സിന്റെ റിട്ടേൺ അങ്ങ് ഫയൽ ചെയ്യും, പക്ഷെ ആ റിട്ടേൺ പ്രകാരം ടാക്സ് അങ്ങോട്ട് കൊടുക്കാണ്ടാവും. അതെന്ത് ചെയ്യില്ല, ടാക്സ് കൊടുക്കില്ല, ടാക്സ് പേയ്മെന്റ് അവിടെ പെൻഡിങ് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, റിട്ടേൺ മാത്രം ഫയൽ ചെയ്തിടും. കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് രണ്ടും കൂടി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ആണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, പേയ്മെന്റ് കൂടി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്. രണ്ടിന്റെയും ഡ്യൂ ഡേറ്റ് ഒന്ന് തന്നെയാണ്. ഓക്കെ. അപ്പൊ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളയും പേയ്മെന്റ് ചെയ്യാൻ്റെയും ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തതിന് ശേഷം 120 ദിവസമാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം അതായിരുന്നു. ഒരു ജൂലൈ തൊട്ട്
ജൂൺ വരെ ഫിനാൻഷ്യൽ ഇയർ ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ റിട്ടേൺ ആൻഡ് പേയ്മെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30th ഒക്ടോബർ ആണ് വരിക, 30 ഒക്ടോബർ ആണ് വരിക. ഇനി അതിന് പകരം നമ്മൾ നോർമലി ഉള്ള കമ്പനികൾ 1 ജനുവരി തൊട്ട് 31 ഡിസംബർ വരെയുള്ള നമ്മൾ നോർമൽ ഫിനാൻഷ്യൽ ഇയർ 1 ജനുവരി തൊട്ട് 31 ഡിസംബർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സക്കാത്തിന് പഠിച്ച അതേ ഡ്യൂ ഡേറ്റ് തന്നെയാണ് വരിക. 30 ഏപ്രിലാണ് എന്ത് വരിക, കോർപ്പറേറ്റ് ടാക്സിന്റെ ഡ്യൂ ഡേറ്റ് വരിക. ഓക്കെ ആണോ? മനസ്സിലായിക്കണോ? ഇവിടെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? കുറെ പറഞ്ഞപ്പോ കൺഫ്യൂഷൻ ആയോ? ഓക്കെ, 1 സെക്കൻഡ്. ഒറ്റ ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യൻ വഴി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള പോയിന്റിലേക്ക് പോവാം. ഓക്കെ, സോ സ്ക്രീനിൽ നോക്കിയാ സ്ക്രീനിൽ കാണുന്നുണ്ട്. 1 സെക്കൻഡ്. നമുക്ക് 2-3 എക്സാമ്പിൾസ് കൂടി നോക്കാം നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, കോർപ്പറേറ്റ് ടാക്സിൽ ഈ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അറിയല് കുറച്ച് നിർബന്ധമായിട്ട് നമ്മളത് നോക്കുന്ന സമയത്ത് പല സ്ഥലത്തും നമ്മൾ ഇനി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. അപ്പൊ അതിൽ അല്ലാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആവുന്നത് ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് സ്റ്റോറേജ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ജസ്റ്റ് സ്റ്റോറേജ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ അതെന്തല്ല, പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല. ഞാൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ ഗുഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം സൗദിയിൽ ഒരു സാധനം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എന്റെ കമ്പനി സൗദിയിൽ റെസിഡന്റ് അല്ല, സ്റ്റിൽ എനിക്ക് എന്തുണ്ട്, ഒരു സ്റ്റോറേജ് മാത്രം, അവിടെ വേറെ ബിസിനസ്സോ കാര്യങ്ങളൊന്നും ഇല്ല, സ്റ്റോർ ചെയ്യുന്ന ഒരു ഹബ്ബ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതെന്തല്ല, പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല. ഓക്കെ, അപ്പൊ സ്റ്റോറേജിന് നിങ്ങൾ എന്ത് ചെയ്യരുത്, പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് എടുക്കരുത്. ചില ബിസിനസ്സുകൾക്ക് എന്തുണ്ടാവും, സൗദിയിൽ സ്റ്റോറേജ് പർപ്പസിന് വേണ്ടി മാത്രം ഏരിയ ഉണ്ടാവും. അവർക്ക് അവിടെ ബിസിനസ് ഉണ്ടാവില്ല, അവരുടെ കമ്പനി നോൺ റെസിഡന്റും ആവില്ല, അവർക്ക് എന്തുണ്ടാവും, ജസ്റ്റ് ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാളോ അല്ലെങ്കിൽ ഒരു ഹാളൊക്കെ ഉണ്ടാവും. അതൊരിക്കലും എന്തല്ല, പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല. ശ്രദ്ധിക്കണം. ഓക്കെ, എന്നാൽ അതേ സ്ഥാനത്ത് ഞാൻ കുറെ ഉദാഹരണങ്ങൾ പറയാണ്. ഓക്കെ, ആ ഉദാഹരണങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് കണക്ഷൻ കിട്ടാൻ നോക്കാം. ഓക്കെ, പിന്നെ ഫാക്ടറി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാക്ടറി വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഓക്കെ, ഫാക്ടറി ഉണ്ട് എന്നുണ്ടെങ്കിൽ. പിന്നെ ഒബ്വിയസ്ലി ഓഫീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓഫീസോ അല്ലെങ്കിൽ അതിന്റെ ബ്രാഞ്ചോ ഉണ്ടെങ്കിൽ അതെന്താണ്, പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഏജന്റ് മുഖാന്തരമാണ് നിങ്ങൾ സൗദിയിൽ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഏജന്റ് സൗദിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതിപ്പോ നിങ്ങളുടെ പേരിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിന്റെ പേരിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും കോൺട്രാക്ട് ഒഴിവാക്കാനൊക്കെ ഒരു ഏജന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്താണ്, സൗദി അറേബ്യയിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ള പോലെയാണ്. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ അവിടെ ആരും ഇല്ല, പക്ഷെ ഒരു ഏജന്റ് മുഖാന്തരം നമ്മൾ സൗദിയിൽ ബിസിനസ് നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ള പോലെയാണ്. ഇനിയിപ്പോ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഇതൊന്നുമില്ല, നമ്മൾ സൗദിയിൽ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മളെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഗുഡ്സ് എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേ ചെയ്യാണ്. നമ്മൾ വിൽക്കുന്നൊന്നുമില്ല, നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇല്ല, ഒന്നുമില്ല. നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഡോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് പ്രകാരമോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തല്ല, അതൊരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല. ജസ്റ്റ് പ്രൊഡക്റ്റ് ഇങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്താവില്ല, പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആവില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അഡ്വർടൈസ്മെന്റ് നടത്തി കഴിഞ്ഞാലും അതെന്തല്ല, പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇല്ല. അപ്പൊ നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാത്തൊരു ബിസിനസ്, സൗദിയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാത്തൊരു ബിസിനസിന്റെ പേരിൽ നിങ്ങൾ സൗദിയിൽ അഡ്വർടൈസ്മെന്റ് നടത്തി എന്ന് വിചാരിച്ചിട്ട് എന്തല്ല, നിങ്ങൾ സൗദിയിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ള കമ്പനിയല്ല. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾ സൗദിയിൽ നിന്നൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താവില്ല,
പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ള കമ്പനി ആവില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് നാട്ടിലൊരു കമ്പനി ഉണ്ട്. ഓക്കെ, നാട്ടിലൊരു കമ്പനി ഉണ്ട്. ആ നാട്ടിലാണ് ആ കമ്പനീന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിൽക്കുന്നത്. ആ നാട്ടിലെ റെസിഡന്റ് ആയിട്ടുള്ള കമ്പനിയാണ്, നാട്ടിലാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ നാട്ടിലുള്ള ആ കമ്പനി എന്ത് ചെയ്തു? സൗദിയിൽ നിന്നൊരു പർച്ചേസ് നടത്തി. സൗദിയിൽ നിന്നൊരു പർച്ചേസ് നടത്തി മാത്രമേ ചെയ്തിട്ടുള്ളൂ. സൗദിയിൽ സെയിൽസോ ബിസിനസ്സോ അല്ലെങ്കിൽ അവിടെ മാനേജ്മെന്റോ അല്ലെങ്കിൽ അവിടെ ഓഫീസോ ബ്രാഞ്ചോ ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ് സൗദിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് എടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റില്ല? സൗദിയിൽ നിന്ന് പർച്ചേസ് നടത്തി, അപ്പൊ സൗദിയിൽ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. സൗദിയിൽ നിന്ന് ജസ്റ്റ് പർച്ചേസ് നടത്തി എന്ന് വിചാരിച്ചിട്ട് അതെന്തല്ല? പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല. ഇനി എംപ്ലോയീസ് റിലേറ്റഡ് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ എന്തെങ്കിലും വരുമെന്ന്. എംപ്ലോയീസ് റിലേറ്റഡ് സ്റ്റിൽ അതിലും ചെറിയ ചെറിയ പോയിന്റുകൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ മേജർ എംപ്ലോയീസ് ഒക്കെ സൗദിയിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഒരു ബിസിനസ് നമ്മൾ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ എടുത്ത ബിസിനസ്സാണ്. ഓക്കെ, ഇന്ത്യയിൽ രജിസ്ട്രേഷൻ എടുത്ത ബിസിനസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മളെ ബിസിനസിന്റെ 90% എംപ്ലോയീസും മേജർ എംപ്ലോയീസും സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ബിസിനസ്സിൽ എന്തില്ല? ആരുമില്ല. ഓക്കെ, നാട്ടിലാകെ 10% എംപ്ലോയീസ് ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസിന്റെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് സൗദിയാണ് വരിക. ഓക്കെ, മേജർ എംപ്ലോയീസ് വേണം, പ്ലസ് ആ മേജർ എംപ്ലോയീസ് ലോങ് പീരീഡിൽ വർക്ക് ചെയ്യണം. അതായത് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്കോ ഒന്നും പോയി വർക്ക് ചെയ്താൽ പോരാ. ലോങ് പീരീഡിൽ സൗദിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസിന്റെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയാണ്. ഇതെന്തിനാ പറയുന്നത്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനാണ്. ഈ ബിസിനസ് എന്ത് ചെയ്യണം? സൗദിയിൽ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. ഇപ്പൊ നാട്ടിൽ രജിസ്ട്രേർഡ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് സൗദിയിൽ എന്തില്ല? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവില്ല, നോൺ റെസിഡന്റ് ആയിരിക്കും. അപ്പൊ നോൺ റെസിഡന്റ് ആണ്, ബട്ട് സ്റ്റിൽ അവർക്ക് സൗദിയിൽ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലായി? അവരുടെ ബിസിനസ് രജിസ്ട്രേഷൻ ഒക്കെ ഇന്ത്യയിലാണ്, പക്ഷേ അവരുടെ ബിസിനസിന്റെ 90% എംപ്ലോയീസും പണിയെടുക്കുന്നത്, അതും ലോങ്ങർ പീരീഡിലേക്ക്, അതായത് 5 വർഷം 10 വർഷമൊക്കെ ആയിട്ട് ആ ബിസിനസിന്റെ എല്ലാ എംപ്ലോയീസും വർക്ക് ചെയ്യുന്നത് സൗദിയിലാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നോൺ റെസിഡന്റ് വിത്ത് PE എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. നോൺ റെസിഡന്റ് ബിസിനസ് ആണ്, പക്ഷെ അവർക്ക് സൗദിയിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ള ബിസിനസ് ഉള്ള കാറ്റഗറിയിലാണ് പെടുക. ആ കാറ്റഗറിയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൗദി അറേബ്യയിൽ കോർപ്പറേറ്റ് ടാക്സിൽ വരും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ രീതിയിൽ ഈ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ചെക്കിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നൊന്ന് മാറി നിന്നിട്ട് നോക്കേണ്ട കേസാണ് ഇത്. ഈ കമ്പനിക്ക് സൗദിയിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടോ ഇല്ലയോ, സൗദി റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ. ഇൻഡിവിജ്വൽസിന്റെ കേസ് വലിയ ബുദ്ധിമുട്ടില്ല. ഇൻഡിവിജ്വൽസിന്റെ കേസ് ആ 2 കണ്ടീഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇൻഡിവിജ്വൽ ആവുന്ന സമയത്ത് റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ നോക്കിയാൽ മതി. പക്ഷെ ബിസിനസ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ഥാപനങ്ങളാവുന്ന സമയത്ത് അവിടെ റെസിഡന്റോ നോൺ റെസിഡന്റോ മാത്രം നോക്കിയാൽ പോരാ. നോൺ റെസിഡന്റ് ആയിക്കോട്ടെ റെസിഡന്റ് ആയിക്കോട്ടെ, റെസിഡന്റ് ആണെങ്കിൽ എന്തായാലും PE ഉണ്ടാവും, പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് സൗദിയിൽ ഉണ്ടാവും. നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും കൂടി നോക്കണം, ചെക്ക് ചെയ്യേണ്ടത് ആ ബിസിനസ്സിന് നോൺ റെസിഡന്റ് ആയിക്കൊണ്ടിരിക്കെ തന്നെ അവർക്ക് സൗദിയിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം? നല്ല പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേറൊരു കണ്ടീഷൻ, വേറെ കുറെ ആൾക്കാർക്ക് വരുന്നൊരു ഡൗട്ടാണ്, വിർച്വൽ ഓഫീസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വിർച്വൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് അഡ്രസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വിർച്വൽ ഓഫീസ് സ്പേസ് എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ വിർച്വൽ ഓഫീസ് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊതുവേ അതെന്ത് ചെയ്യാറില്ല? പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് കൂട്ടാറില്ല. ഓൺലൈൻ ആയിട്ടുള്ള ഓഫീസ് സ്പേസ്, വിർച്വൽ ഓഫീസ് സ്പേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാറില്ല? ഈ പറഞ്ഞ പോലെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കാറ്റഗറിയിലേക്ക് പെടാറില്ല. ഇനി ഇതിന്റെയൊക്കെ ഫൈനൽ അതോറിറ്റി, ഇപ്പൊ ചില കേസിൽ നമ്മൾ ഇത് പലപ്പോഴും കോൺട്രവേഴ്സി വരുന്ന കേസാണ്. ഇത് ചില ബിസിനസ്സുകൾക്കൊക്കെ എന്തെങ്കിലും പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല എന്ന് നമ്മൾ തോന്നിയതൊക്കെ ചിലപ്പോൾ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കാറുണ്ട്. ആര്? സക്ക ആക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഫൈനൽ വെർഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്കന്റെ കയ്യിലാണ്. ഈവൻ ദോ നമുക്ക് ചിലപ്പോൾ ചില കേസ്, ചില ബിസിനസ് ഇത് സൗദിയിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്നും ഇല്ലാത്ത ബിസിനസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാലും ഇതിന്റെ ഫൈനൽ വെർഡിക്റ്റ് എടുക്കുക ആരാണ്? സക്കയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സാധനം കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, സോ ഞാൻ അവിടെ നിർത്തുകയാണ്. കാരണം ഞാൻ അധികം പറയാത്ത ഇത് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓവർലോഡ് ആവുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഞാൻ അങ്ങനെ ഓവർ കാര്യങ്ങൾ പറയാത്തത്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ പറയണം കേട്ടോ. ഈ പറയുന്ന ടോപ്പിക്കുകൾ മനസ്സിലാവണില്ലെങ്കിൽ പറയണം. എനിക്ക് അങ്ങനെ ഒരു ഫീല് വരുന്നോണ്ടാണ് ചോദിക്കുന്നത്. ഇനി പറയാൻ പോകുന്നതും ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു കട്ടി കൂടിയ സാധനങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മൾ വിത്ത് ഹോൾഡിംഗ് ടാക്സ് പറയുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ റൂൾ പറയുന്ന സമയത്തൊക്കെ കുറച്ചും കൂടി നല്ല കട്ടിയാവും. ട്രാൻസ്ഫർ പ്രൈസിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പറയാനുണ്ട്. അപ്പോൾ
ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫോളോ ചെയ്യാനൊരു ബുദ്ധിമുട്ട് ഈ സാധനത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നമുക്കൊന്നും കൂടി സിമ്പിൾ ആക്കുക, ലാംഗ്വേജ് ഒന്നും കൂടി കട്ടി കുറക്കുക, ഒന്നും കൂടി ലോ ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കുറച്ചും കൂടി എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഒന്നും കൂടി ചെറുതാക്കി പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി പറയാനുള്ളതും വലിയ പോയിന്റുകളാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിക്കണോ? ഓക്കെ ആയിക്കണോ? നിങ്ങൾ ആർക്കൊന്നും ഒരു റെസ്പോൺസ് ഒന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്നൊരു ഫീൽ വരുന്നുണ്ട്. ഓക്കെ ആണോന്ന് മനസ്സിലായിക്കണോ പറഞ്ഞത്? സൽമാൻ ഓക്കെയാണ് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഓക്കെ ആണോ? ഈ സംഭവങ്ങൾ മനസ്സിലായിക്കണോ? ഓക്കെയാണ്. എന്നാലും അവിടെ ഇവിടെയൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നു. അത് നോക്കുമ്പോൾ മിസ്സിങ് ശരിയാവുമായിരിക്കും. ഒന്നുണ്ടോ? മിസ്സിങ് ഒന്നുണ്ടോ? ഓക്കെ, നമുക്കൊന്നുകൂടി അതെ അതെ അടുത്ത് ഒന്ന് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് റെഡി ആവാൻ നോക്കാം. ഇനി എല്ലാതും ഓക്കെ. കൂടി ഇങ്ങനെ കിട്ടുമ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ കഴിയുമ്പോൾ കയറി വരുമോ നോക്കാം. ഇത് ഒന്നുകൂടി തന്നെ എക്സാമ്പിൾ ഒക്കെ നോക്കിക്കാണ്ട് ഇനി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കോർപ്പറേറ്റ് ടാക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ആ സമയത്ത് ഫസ്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കിട്ടുമോ നമുക്ക് നോക്കാം. കിട്ടുന്ന നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഇനി ട്രാൻസ്ഫർ പ്രൈസിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സം പോയിന്റ്സ് കൺഫ്യൂസ്ഡ്. ഓക്കെ, നമുക്ക് ശരിയാക്കാം. ട്രാൻസ്ഫർ പ്രൈസിങ് വരുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഫീൽ വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം അതും ഇതേപോലെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇരുന്ന് പറയേണ്ട സാധനമാണ്. നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ എക്സാമ്പിൾസും ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആ മൂഡിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ചെയ്തോട്ടെ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, നമുക്ക് എൻ്റെ ചെയ്യാം. ബൈ, നാളെ കാണാം.